ആൻഡ് ഓഗസ്റ്റിൻ ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ ഇല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ജനാധിപത്യ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി JPPV ആയിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. ഓട്ടോ ചിഹ്നമായിരിക്കും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഓട്ടോ ചിഹ്നത്തിലായിരിക്കും PV അൻവർ മത്സരിക്കാൻ പോകുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതുവരെ കേൾക്കുന്ന വിഷയങ്ങൾ പിണറായിസത്തിനെതിരെയുള്ള അൻവറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളല്ല. മറുഭാഗത്ത് മറ്റു ചില വിഷയങ്ങൾ കൂടി ചർച്ചയായി വരുന്നുണ്ട്. SDPക്കും ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് സ്ഥാനാർത്ഥി കിട്ടാനുള്ള സാധ്യത വിരളമാണെന്നാണ് അറിയുന്നത്. അതിനകത്തൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക തള്ളിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. നമ്മളത് വെയിറ്റ് ചെയ്യാണ്. അന്തർനാടകങ്ങളുണ്ടോ? BJP സ്ഥാനാർത്ഥി എവിടെയുണ്ട്? മാർത്തോമാ സഭയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. നിലവുകൾ അടവുകൾ മാറുകയാണോ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ? ഇനി 18 അടവും കാണേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി അടവുകളോട് അടവായിരിക്കും. എന്താണ് അവിടെ നടക്കുന്നത്? ശരിക്കും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാത്ത കളികളാണ് മുഴുവൻ നടക്കുന്നത്. അവിടെ എന്താണ് ശരിക്കും ചർച്ചയാകേണ്ടത്? അവിടെ വികസനമാണോ ചർച്ചയാകേണ്ടത്? വികസനം ചർച്ചയാക്കണമെങ്കിൽ വികസനം നടന്നിട്ടില്ല എന്നുള്ള കാര്യം ചർച്ചയാക്കണത് നടത്തേണ്ടത് കോൺഗ്രസ്സാണ്. മനസ്സിലായി? കോൺഗ്രസ്സിന് എന്തുകൊണ്ട് അത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് എന്ത് ചെയ്യണം? ഈ വികസനം നടന്നിട്ടില്ല, മറ്റേ വികസനം നടന്നിട്ടില്ല, അതുപോലെ തന്നെ വന്യമൃഗശല്യം ഒക്കെ സംസാരിക്കേണ്ടത്. ഇത്ര ദിവസം ഏകദേശം 10 ദിവസത്തിനടുത്തായി. ഈ 10 ദിവസത്തിനടുത്തായിട്ട് ഒരു ദിവസമെങ്കിലും അവിടെ വികസനത്തെക്കുറിച്ചിട്ടോ വന്യമൃഗശല്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ജനങ്ങളുടെ വിഷയത്തെക്കുറിച്ചിട്ടോ കോൺഗ്രസ് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ? അവിടെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് തുടക്കത്തിലേ പാളി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാലസമയം തുടങ്ങി എന്താണ് കോൺഗ്രസ്സിന് പാളി. ഞാൻ പണ്ട് മീറ്റ് ദ ചേസി പറയുന്ന ഒരു കാര്യമുണ്ടെന്ന്, CPM-നെ കുറിച്ച് ഇവർക്ക് അറിയില്ല. CPM-നെ കുറിച്ച് അറിയില്ല എന്ന് പറയാൻ കാരണം CPM ഈ സൈബർ സഖാക്കൾ എന്താണ് എന്നുള്ളത് ഉണ്ട്. അപ്പോൾ അവർ സൈബർ സഖാക്കളെല്ലാം അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. കാരണം അവരുടെ കയ്യിൽ ഭരണം ഇരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അവർ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സിലെ സൈബർ പുള്ളികളൊക്കെ വിചാരിച്ചെന്നറിയും നമ്മളാണ് വലിയ ആൾക്കാർ. കാരണം നമ്മളാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കോട്ട് മടക്കിൽ ഉള്ള ആൾക്കാർ സ്വരാജിന് എവിടെ പോയി, എങ്ങനെ വരുന്നുണ്ടോ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതും അങ്ങോട്ട് അവഗണിച്ചുകൊണ്ടിരുന്നതും. ഇപ്പോൾ എന്ത് ചെയ്തു? ഇവർ ചോദിച്ച ആൾ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളത്. അവിടെ തുടങ്ങി കോൺഗ്രസിൻ്റെ പാളിച്ച. അതിനുശേഷം ഇന്നൊരു ഈ സൈബർ ഇടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ സൈബർ ഇടത്തിൻ്റെ ചെയർമാൻ ഉണ്ടല്ലോ, മീഡിയ കൺവീനർ IT സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ള VT ബൽറാം എന്നൊരു പോസ്റ്റ് ഇട്ടു. എന്തൊരു മോശമായ പ്രവണതയാണ് അത് നടത്തുന്നതെന്നറിയോ? എന്താണ് ആ പോസ്റ്റ് എന്നറിയോ? നമ്മുടെ VV പ്രകാശിനെ സംഖ്യയായി PV അൻവർ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ അടുത്ത കാലത്ത് എവിടെയെങ്കിലും കേട്ടോ PV അൻവർ അങ്ങനെ ചിത്രീകരിക്കുന്നത്? PV പ്രകാശിനെ സംഖ്യയായി 2021 പ്രകാശേട്ടൻ എന്ന് വിളിച്ചു എന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല കേട്ടോ. ഇദ്ദേഹം പറയുന്നത്, നമ്മുടെ VT ബൽറാം പറയുന്നത് 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അദ്ദേഹം അൻവറും ഈ പറഞ്ഞ VV പ്രകാശും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ സ്ഥാനാർത്ഥികളായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് അവർ തമ്മിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് പ്രകാശേട്ടൻ എന്ന് വിളിച്ചത് ഏട്ടൻ എന്ന് പറഞ്ഞാൽ സംഖ്യയാണെന്ന് ആര് പറഞ്ഞേക്കാണ്? ഈ പറയുന്ന VT ബൽറാം പറഞ്ഞേക്കാം. എന്തൊരു അവസ്ഥയാണെന്ന് വെച്ചാൽ ആ കുടുംബത്തെ ഇവരെന്തിനാണ് അങ്ങനെ അവഹേളിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഞാൻ പറയുന്നത് ഇവർക്ക് വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ PV അൻവർ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം VV പ്രകാശിൻ്റെ വീട്ടിൽ പോയി ആ കുടുംബത്തെ സന്ദർശിച്ചു എന്നുള്ളതാണ്. അവർ കേരളത്തിൽ ഏത് സ്ഥാനാർത്ഥി എവിടെ ഏത് കുടുംബത്തിലും കയറി വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അങ്ങനെ കണ്ട് ഒറ്റ വാക്കിൽ വിട്ടാൽ പോരെ? ഒറ്റ വാക്കിൽ വിട്ടാൽ മതി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർ പോയി കണ്ടിട്ടില്ല. ഇവർ VV പ്രകാശിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല. ഇവരെ സ്ഥാനാർത്ഥി VV പ്രകാശിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല. അതുമാത്രമല്ല, എടക്കരയിൽ പാർട്ടി ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി തിരിച്ചു വരേണ്ട അവസ്ഥ ആർക്ക് വന്നു? ആര്യണ്ട ഷൗക്കത്തിന് വന്നു എന്നുള്ളതാണ്. അവരെ വീട്ടിൽ പോയതായി നമ്മളാരും കണ്ടില്ലല്ലോ. ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും പോയി കണ്ടതായിട്ട് അപ്പോൾ ഞാൻ ആ കാര്യം ഒന്നെടുത്ത് നോക്കുമായിരുന്നു. ഈ VV പ്രകാശ് എപ്പോഴാണ് മരിക്കുന്നതെന്നാണ്. VV പ്രകാശ് മരിക്കുന്നത് കഴിഞ്ഞ 2021 വോട്ടെണ്ണി റിസൾട്ട് വരുന്നതിന് മുൻപാണ്. 3 ദിവസം മുൻപാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രഷർ എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ആ കുടുംബം വിചാരിക്കുന്നത് അദ്ദേഹത്തിനെ കാലുവാരി തോൽപ്പിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. കാരണം അദ്ദേഹത്തിനെ കാലുവാരി തോൽപ്പിച്ചത് കോൺഗ്രസിന് പുറത്തുനിന്നുള്ളവരല്ല അകത്തുനിന്നുള്ളവരാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തെ കുടുംബത്തിനുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി അങ്ങോട്ട് വരണ്ട എന്ന് പറയാനുള്ള കാരണം. ഇപ്പം എല്ലാവരും പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ പതാക പുതപ്പിച്ചാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ ജീവിതാവസാനം വരെ അതിനകത്ത് ആര്യയുടെ ഷൗക്കത്തിന് വോട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല കേട്ടോ.
ആര്യാട് ഷൗക്കത്തിന് വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് പറഞ്ഞു. അല്ല, അത് അവിടെ സ്മിത പറഞ്ഞ കാര്യങ്ങളിൽ സ്മിതയ്ക്ക് പാർട്ടിയോടോ കോൺഗ്രസിനോടോ ഒരു എതിർപ്പില്ല. അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെതിരെ അതുകൊണ്ടാണ് അവിടെ ചെല്ലണ്ടെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പം എന്താണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചടിയാവുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്. ഒരു ആവശ്യമില്ലാത്ത സമയത്ത്, ഒരു ചർച്ചയാവേണ്ടാത്ത സമയത്ത് ഈ വി പ്രകാശിനെ പോലെ അവിടുത്തെ DCC പ്രസിഡൻ്റായിരുന്ന നിലമ്പൂരിൻ്റെ എല്ലാവരുടെയും പ്രകാശേട്ടനായിരുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഇവർ തന്നെ ഒരു നരേഷൻ ഉണ്ടാക്കി അദ്ദേഹത്തെ BJPക്ക് സംഘീകരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മോശമായ രീതിയിലാണ് ചർച്ച നടത്തുന്നത്. ഇപ്പം മലപ്പുറം പരാമർശം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം എന്തിനാണ് ഈ മലപ്പുറം പരാമർശം ഇവർ ചർച്ചയാക്കുന്നത്? എന്തിനാ ഇപ്പോൾ ഈ മലപ്പുറത്തെ അവഹേളിക്കാനല്ലേ? ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും മലപ്പുറത്തെ അവഹേളിക്കാൻ്റെ ഉത്തരവാദിത്തം പിണറായി വിജയൻ നിന്നും ഇവരേറ്റെടുത്തു എന്നുള്ളതാണ്. ഇവരേറ്റെടുത്ത് ഇവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത്? ഇവർക്ക് എന്തുകൊണ്ട് വികസനം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? ഇവർക്ക് എന്തുകൊണ്ട് വന്യമൃഗശല്യം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? അവിടുത്തെ റോഡിൻ്റെ കാര്യം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? അവിടുത്തെ ബൈപ്പാസിൻ്റെ കാര്യം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ കാര്യം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? ഒന്നും ചർച്ചയാക്കാൻ പറ്റാത്തത്? ഇപ്പം ഇന്നലത്തെ അവസ്ഥ എന്താ? ഇന്നലത്തെ ലീഗിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ലീഗിൻ്റെ ലീഗിനെ ഈ കൺവെൻഷനിലേക്ക് ലീഗ് നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഞാൻ അറിഞ്ഞ സ്ഥിതിയാണ് കേട്ടോ. ഞാൻ അറിഞ്ഞ സ്ഥിതി എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അദ്ദേഹത്തെ വിളിക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറയാൻ വിട്ടുപോയി എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്കത് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ലാസ്റ്റ് എന്തായി? അദ്ദേഹത്തെ ഇന്നത്തെ യോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് കിട്ടിയ കോൺഗ്രസിൻ്റെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ UDFന് കിട്ടിയ ഗുണം എന്താണെന്നറിയോ? മലബാറിലെ ഏറ്റവും മതേതര മുന്നണിയായ ലീഗിനെ ഇവരെ ഘടകകക്ഷിയായി കിട്ടി. അത് വലിയ കാര്യമല്ലേ? എന്നിട്ട് ഇവർ പൊന്നുപോലെ കൊണ്ടുനടക്കണം അവരെ. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ലീഗിനെ കോൺഗ്രസ് പൊന്നുപോലെ കൊണ്ടുനടക്കണം. അങ്ങനെയായിരുന്നു മുൻപ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതുപോലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. പൊന്നുപോലെ കൊണ്ടു നടന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണത് മുഖവിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടത്. അല്ല, ഇപ്പോഴും കോൺഗ്രസിലാണ് സാറേ. ഇപ്പോൾ ഈ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും വന്നില്ല എന്ന് പറയുമ്പോൾ ഈ തങ്ങൾമാരെ നേരിട്ട് KC വേണുഗോപാലൊക്കെ വിളിക്കുന്നുണ്ട്. അതേസമയം ചില നേതാക്കളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ അറിയോ സാർ? ഇപ്പം ഞാൻ പറഞ്ഞത് ലീഗിനെ ഇവർ പൊന്നുപോലെ കൊണ്ടു നടന്ന് അവരെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴും അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈ ലീഗിനെ പോലെ ഒരു പാർട്ടി ഇപ്പം അവരെന്താ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന പണി എന്താണെന്നറിയോ? ഏതെങ്കിലും കാരണങ്ങൾ ആര്യാടൻ ഷൗക്കത്ത് തോറ്റാൽ അത് ലീഗിന് സ്വാധീനമുള്ള സ്ഥലത്ത് നിന്ന് ലീഗിൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ ലീഗിനെ മുന്നിൽ കൊണ്ട് തള്ളാനുള്ള പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ലീഗിനെ പോലെ ഒരു പാർട്ടി അവർ കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഞാൻ ഈ കൺവെൻഷൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ജോയിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ PV അൻവർ ഉന്നയിച്ച ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഈ വി ജോയി ഈ പറഞ്ഞ സ്റ്റേജിലേക്ക് കടന്നു വരുന്ന സമയത്ത് കിട്ടിയ കയ്യടി നിങ്ങൾ കണ്ടോ? എന്തൊരു വലിയ കയ്യടിയാ! അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നും കേൾക്കാത്ത രീതിയിലുള്ള അത്രയും ഗംഭീരമായൊരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗം നടത്തുമ്പോൾ അതുപോലെയാണ് കയ്യടി കിട്ടുന്നത്. നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് കയ്യടി കിട്ടുന്നത് നിങ്ങൾ അവിടെ കണ്ടോ? എന്താ? അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ? വി ജോയി അവിടെ സ്ഥാനാർത്ഥിയാവണം എന്ന് PV അൻവർ ഈ ഘടകകക്ഷി ആവണം എന്ന് ഇവർ ആഗ്രഹിച്ച് ലീഗ് സംസാരിച്ച പാർട്ടി സംസാരിച്ച കത്ത് കൊടുത്ത യോഗം ചേർന്ന് തിരുവനന്തപുരത്തടക്കം യോഗം ചേർന്ന് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാൻ പ്രഖ്യാപിക്കാൻ VD സതീശൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ പറയുന്ന PV അൻവർ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നാത്തതിന് കാരണം എന്താ? ആ കയ്യടി കണ്ടാൽ മതി. ആ സ്ഥാനാർത്ഥി വരുമ്പോൾ കയ്യടി കണ്ടാൽ മതി. ഇന്നത്തെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ചോളൂ. ഇന്നത്തെ സിറ്റുവേഷനിൽ വി ജോയും ഈ പറഞ്ഞ സ്വരാജും തമ്മിലാണ് മത്സരമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ അൻവറിന് റോളുണ്ടോ? അവിടെ അൻവറിന് റോൾ ഉണ്ടാക്കിയതാരാ? റോൾ ഉണ്ടാക്കിയത് ഈ പറയുന്ന കോൺഗ്രസ് ആണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇപ്പോൾ അൻവർ ഫാക്ടറിയിൽ നിന്ന് എങ്ങനെ മറികടക്കാം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അൻവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അൻവർ ഉണ്ടാക്കുന്ന ആരോപണങ്ങളിൽ ഈ അൻവർ ആരോപണങ്ങളാണ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യം അൻവർ നേരത്തെ ഉന്നയിച്ച കാര്യമല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യം, പോലീസുമായി ബന്ധപ്പെട്ട കാര്യം, ഇതൊക്കെ ആരാണ് പറഞ്ഞത്? ഇതൊക്കെ അൻവറും പറഞ്ഞു. ഞാൻ UDF പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല. UDFും അൻവറും പറഞ്ഞ കാര്യം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ UDFിൻ്റെ ഭാഗമായി ഇവർക്ക് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞ
ഈ സ്വരാജുമായി വന്നു. ഏത് സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് CPM കയ്യിൽ നിന്നോ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന് പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ചെന്ന് അകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനം, അതാണ് ഞാൻ പറഞ്ഞത്. ആ വലിയ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ അൻവർ ഫാക്ടറിനെ മറികടക്കാം എന്നുള്ള നിലയ്ക്കാണ്. ഏതൊരു 10,000 വോട്ടായിരുന്നു, ഇപ്പോൾ 15,000 ആയി. ഇപ്പോൾ ലീഗ് നേതാക്കന്മാരുടെ ഉള്ളിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉള്ളിലും ഒക്കെ എന്താണ് അവർ പറയുന്നത്, എത്ര വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതാണ്, എത്ര വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്ക്, അത് എവിടെ നിന്ന് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്താ കോൺഗ്രസ്സിൽ CPM ഭാഗത്തു നിന്ന് വോട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞതെന്നറിയോ? ഗോവിന്ദ മാഷ് പറഞ്ഞത് ഈ അൻവറിനെ കൊണ്ടേ ചതിച്ച് കുഴിയിൽ ചാടിച്ചവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അത് ആർക്കല്ല, അത് പറയുന്നത് CPM അതുകൊണ്ടാണ് അവർ പറയുന്നുണ്ടല്ലോ എന്ന് വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ. അവിടെ LDF സ്ഥാനാർത്ഥി പറഞ്ഞു വർഗീയവാദി വോട്ട് വേണ്ടെന്ന്. പക്ഷേ കോൺഗ്രസിന് ഇതുവരെ പറയാൻ നേരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ പാലക്കാട് എന്താ സംഭവിച്ചത്? പാലക്കാട് SDPI വോട്ട് വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാന നിമിഷം വരെ SDPI വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ജയിച്ച് പുറത്ത് വന്ന് SDPI ജാഥ നടത്തി കഴിഞ്ഞപ്പോൾ അത് കുറ്റമായി മാറി ഇല്ലേ? ഇപ്പം പറഞ്ഞുകൂടെ? ഇപ്പം പറയട്ടെ എന്ന് SDPI വോട്ട് വേണ്ടാന്ന്. അത് കാണാൻ രസം ഉണ്ടാവുമല്ലോ. SDPI വോട്ട് നിലമ്പൂർ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വേണ്ട, UDF വേണ്ട എന്ന് പറയട്ടെ. പറഞ്ഞിട്ടുണ്ടോ? പറയുന്നില്ല. എന്തേ പറയാത്തെ? ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, അൻവർ പറഞ്ഞല്ലോ, ഇവർക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ അതിനൊരു ന്യായീകരണങ്ങളായിരിക്കും. അപ്പോൾ എന്താണ്? അപ്പം ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് എന്തും പറഞ്ഞുകൂടെ? കേരളത്തിലെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ, മലയോര കർഷകർ എല്ലാം എൻ്റെ കൂടെയാണെന്ന് പറയുന്ന ആര്യ ഷൗക്കത്ത് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അങ്ങനെ പറയാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് തിരിച്ചുപിടിക്കും. അപ്പോൾ ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക എന്ന് ചിന്തിക്കുകയേ വേണ്ട. ഞാൻ പറയും ഇവരുടെ എന്താണ് ആ ഒരു ഒത്തൊരുമയും ആ ഒരു സംവിധാനമെല്ലാം തീരുമാനം ഒറ്റയടിക്ക് വരണം, ഒന്നുപോലെ വരണം എന്നുള്ള. ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്രക്കാരെ കണ്ടിട്ടില്ല, അറിയോ? ഇന്ന് പത്രക്കാരെ കണ്ടു. എങ്ങനെയാണെന്നറിയോ? ഇൻഡിവിജ്വലി ബൈറ്റ് കൊടുക്കുകയാണ്. ഓരോ ചാനലുകാരെ വിളിച്ചിട്ട് ഇൻഡിവിജ്വലി ബൈറ്റ് കൊടുക്കും. എന്തിനാണ് ഇൻഡിവിജ്വലി ബൈറ്റ് കൊടുക്കുന്നത്? അപ്പോൾ ആ ആളോട് മാത്രം ചോദ്യത്തിന് ഉത്തരം മറുപടി പറഞ്ഞാൽ മതിയല്ലോ. രണ്ടാമത് ചാനൽ വരുന്നു, അവരോട് മാത്രം പറ്റില്ലാത്ത ആ ചാനലുകാർ വേണ്ട, അവർക്ക് കൊടുക്കുന്നില്ല, ബൈറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു? ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ വേണ്ട. ഈ പറയുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാനില്ലാത്തതുകൊണ്ട് എന്താണ് ഇൻഡിവിജ്വലി ബൈറ്റ് കൊടുക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അവസ്ഥയെ ഞാൻ പറയുന്നത് നിലമ്പൂരിൽ. അപ്പം ശക്തമായ രീതിയിൽ സർക്കാരിനെതിരെ പറയേണ്ട ഒരു പാർട്ടി, സർക്കാരിനെതിരെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ വികസനം പറയേണ്ട ഒരു പാർട്ടി ഇപ്പം എന്താണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവിടെ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് രാഷ്ട്രീയം? മലപ്പുറത്തിൻ്റെ വർഗീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഗീയ രാഷ്ട്രീയം എങ്ങനെയാണ് പറയുന്നത്? വർഗീയ രാഷ്ട്രീയം പിണറായി വിജയൻ പറഞ്ഞു എന്നിപ്പോൾ പറഞ്ഞു വരുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒരാൾക്കെതിരെ ഒരു സ്ത്രീക്കെതിരെ വെച്ചോളൂ, ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഒരു സ്ത്രീക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടാൽ അത് എല്ലാവരും മാറി ഷെയർ ചെയ്താൽ ആ ഷെയർ ചെയ്യുന്നവൻ്റെ വാല്യൂ എവിടെയാണ് നിൽക്കുന്നത്? ഒരാളൊരു സ്ത്രീക്കെതിരെ പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റ് ഇട്ടവൻ്റെ വാല്യൂ പോയി എന്ന് വെച്ചോളൂ. ആ ഷെയർ പിന്നെയും മാറി ഷെയർ ചെയ്താൽ ഈ ഷെയർ ചെയ്യുന്നവൻ്റെ വാല്യൂം ഈ പറഞ്ഞവരുടെ വാല്യൂ ഒരുപോലെയല്ലേ? ആ അവസ്ഥയിലേക്കാണെന്ന് കോൺഗ്രസ് പോയി എത്തിയിരിക്കുന്നത്. ഞാൻ പറയും, കോൺഗ്രസ്സുകാരോട് പറയും, നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത് അവിടെ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്, അവിടെ ജനങ്ങൾക്ക് വന്യമൃഗശല്യമുണ്ട്, അവർക്ക് ജനങ്ങൾക്ക് വലിയ രീതിയിൽ മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല, അവർക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അവർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് ചർച്ചയാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് അത് ചർച്ചയായാൽ വോട്ട് കിട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വോട്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ പറയേണ്ട രാഷ്ട്രീയം എന്താണ്? കേരളത്തിൻ്റെ വികസന രാഷ്ട്രീയമാണ്, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്കുണ്ട ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നമാണ്, മരുന്ന് കിട്ടുന്നില്ല, അതാണ് രാഷ്ട്രീയം. അത് പറഞ്ഞ് നിങ്ങൾ തുടങ്ങൂ. അത് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടാവും. അല്ലാതെ നിങ്ങൾ പത്രക്കാരിൽ നിന്ന് ഒളിച്ചോടിയതുകൊണ്ടോ, നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ടൊന്നല്ല. നിങ്ങൾക്ക് തുടക്കം തന്നെ തെറ്റുപറ്റി. ആ തുടക്കത്തെ തെറ്റുപറ്റൽ മറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏക മാർഗം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ അൻവറിനെതിരെ മറുപടി പറഞ്ഞു പോകുന്നതിലൊന്നും അർത്ഥമുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അൻവർ വോട്ട് പിടിക്കുന്നത് ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ വോട്ട് കിട്ടും. അദ്ദേഹത്തെ പേടിയില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ പേടിക്കുന്നില്ല, അദ്ദേഹത്തെ മൈൻഡ് ചെയ്യില്ല. ഇന്നും അവിടുത്തെ DCC പ്രസിഡൻ്റായ വി ജോയി പറയുന്നത് അൻവറുമായി ചർച്ച നടത്തണം എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം വാതിലടച്ചിട്ട് 2 ദിവസമായി, പക്ഷേ ഇന്നും ഇവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. എന്താണ്? ജയിക്കുമെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ? ജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൂടെ? ഒറ്റക്കെട്ടായി എന്താ തീരുമാനം വരാത്ത? കോൺഗ്രസ് ഇന്ന് മാത്രം എന്താ ഒറ്റക്കെട്ടായി തീരുമാനം വരാത്തത്? ഒറ്റക്കെട്ടായി തീരുമാനം. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പാളിച്ചകളാണ് VV പ്രകാശിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന പാളിച്ചകൾ പോലെയാണ് ഇപ്പോൾ അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അംഗമായിരിക്കും. ആ അംഗം എന്ന് പറയുന്നത് എല്ലാവിധ അടവുകളും എടുത്തിട്ടുള്ള അംഗമായിരിക്കും. അതിനകത്ത് കോൺഗ്രസ് ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഓക്കെ.
editor.